ആദ്യം തന്നെ മൾട്ടി വിട്ടിട്ട് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഒഴിഞ്ഞ പേനയാണ്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കണം. നിപ്പെല്ലാം ഒടിച്ച് കളയണം. അതിനനുസരിച്ച് നമ്മൾ അതിനകത്തുള്ള റീഫില്ലറും എല്ലാം മാറ്റി വെക്കുക. റീഫില്ലർ വർക്കല്ല നമുക്ക് വേണ്ട. നമുക്ക് ഒഴിഞ്ഞ പേന നമുക്ക് ഇനി മൾട്ടി വിട്ടിലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചോ ഏത് പശാന്ന് വെച്ചോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. കൂടെ വളഞ്ഞു പോകാതെ നോക്കിക്കോണേ. അതിനുശേഷം നമുക്കത് ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണേ. ഇച്ചിരി പോലും നമ്മളതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഗ്ലൂ ഗണ്ണ് തേക്കാൻ വേണം കേട്ടോ. അല്ലെങ്കിൽ പെപ്പര ഇടയിൽ പോകുന്നത് പറയാൻ പറ്റത്തില്ല. ഫെവി ബോണ്ട് ആണെങ്കിൽ പിന്നെ നല്ല ഒട്ടിപ്പ് കിട്ടും. ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഗ്ലൂ ഗണ്ണ് കയറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൊത്തം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയും പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ വലതുവശത്ത് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം മൊത്തത്തിൽ റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇളകി പോകാതിരിക്കാനാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. ശേഷം നമ്മളിതിൻ്റെ ഈ റൗണ്ടുള്ള ഈ ഊട്ടയെല്ലാം അടച്ചു കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ആ പേനയുടെ നിബിരുന്ന ഭാഗത്ത് ഊട്ടകൾ കാണും. അത് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് അടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു പേന നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. കാണിച്ചു തരാവേ. ഇതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം വെച്ച് കൊടുക്കണം. ഒരു സ്റ്റൈലിന് വേണ്ടിയാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇതും ഓപ്ഷനിലാണ്. പേന ഉണ്ടെങ്കിൽ വെക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മസ്റ്റാണ്. ഇതല്ലെങ്കിൽ ഇളകി പോകാൻ നല്ല ചാൻസ് കൂടുതൽ. ഇതുപോലൊരു മൾട്ടി കുട്ട് എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടായിട്ട് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറുതെടുത്ത് വലതുവശത്തും വെക്കുക. അതുപോലെ ഒരെണ്ണം ചരിച്ചും അതുപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അവസാനം. ഇതുപോലെ കറക്റ്റ് അളവ് നോക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. പെയിൻ്റ് അടിക്കുമ്പോൾ സൂക്ഷിക്കണം. ആദ്യം തന്നെ നമുക്ക് വെള്ള പെയിൻറ്റ് ഇത് മൊത്തം കോട്ട് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് പിടിക്കത്തില്ല. ഇതിനുശേഷം നമ്മൾ മഞ്ഞയും ബ്രൗണും എടുത്തിട്ടുണ്ട്. അടിച്ചു വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് കിട്ടാനാണ് ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അടിച്ചു തുടങ്ങുന്നുണ്ട്. ആദ്യം മഞ്ഞയും പിന്നെ ഇടയിൽ കൂടെ ബ്രൗണും അങ്ങനെ മിക്സ് ചെയ്തടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് മൊത്തം അടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായില്ലേ? ഇനി ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.